കല്ല് വീണയാളെ എന്ത് ചെയ്യണം? ക്ലാസ് ജലദോഷിക്കുന്നിൽ. ക്ലാസ് എടുക്കുന്നത് സുശ്രു കരടി. വരൂ, പങ്കെടുക്കൂ. വഴിയിൽ ആരെങ്കിലും ബോധം പോയി കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബോധം എവിടെ പോയെന്ന് തിരയണം. അല്ല, ബോധം കേട്ടത് തലയിൽ കല്ല് വീണിട്ടാണോ എന്ന് ആദ്യം അറിയണം. അതെങ്ങനെ അറിയും? ബോധം കേട്ട ആളോട് ചോദിക്കും. അല്ല, കല്ലിനോട് ചോദിക്കും. തലയിൽ കല്ല് വീണ മുറിവുണ്ടോന്ന് നോക്കിയാ പോരെ? അത് മതി, അത് മതി. കല്ല് വീണിട്ടാണെങ്കിൽ ഉടനെ ബോധക്കേടുകാരനെ എടുത്തുകൊണ്ട് പോകാം. ഇങ്ങോട്ട്, പുഴക്കരയിലേക്ക്. എന്നിട്ട് മുഖത്ത് വെള്ളം തളിക്കുക, ബോധം വീഴും. വീണില്ലെങ്കിലോ? എങ്കിലൊന്ന് കുലുക്കി വിളിക്കുക, ബോധം വീഴും. വീണില്ലെങ്കിലോ? എന്നിട്ടും ബോധം വീണില്ലെങ്കിൽ ഒന്ന് ഇക്കിളിയാക്കുക, ബോധം വീഴും. വീണില്ലെങ്കിലോ? എന്നിട്ടും വീണില്ലെങ്കിൽ ഒട്ടും സമയം കളയാതെ വൈദ്യരുടെ അടുത്തെത്തിക്കുക. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. തലയിലെ മുറിവ് നോക്കിയാ പിന്നെ വെള്ളം തളി, കുലുക്കി വിളി, ഇക്കിളി, വൈദ്യരെ വിളി. വെള്ളം തളി, കുലുക്കി വിളി, ഇക്കിളി, വൈദ്യരെ വിളി. അയ്യോ, ശരു, തലയിൽ കല്ല് വീണ ഒരു പുലിയെ രക്ഷിക്കാൻ നോക്കിയതാ. അതിനവന്റെ ചേട്ടൻ എന്നെ തല്ലം. തലയിൽ മുറിവ് കണ്ടു, വെള്ളം തളി, കുലുക്കി വിളി, ഇക്കിളി എല്ലാം ചെയ്തു. ബോധം വീഴാഞ്ഞപ്പോ വൈദ്യരുടെ അടുത്ത് എത്തിച്ചു. ശിടാ, പിന്നെന്തിനാ ചേട്ടാ ഷേരുവിനെ തല്ലുന്നത്? തലയിൽ കല്ല് വീണ അനിയനെ ഞാൻ വൈദ്യരുടെ അടുത്ത് എത്തിച്ചതാ. അവിടുന്ന് ഇങ്ങനെ അനിയനെ